கண்ணோடு காண்பதெல்லாம் தலைவா கண்களுக்கு சொந்தமில்லை, கண்களுக்கு சொந்தமில்லை. கண்ணோடு மணியானாயதனால் என்னை விட்டு பிரிவதில்லை, என்னை விட்டு பிரிவதில்லை. தக்கு தக்கு தக்கதிம் தக்கு தக்கு தக்கதிம் தக்கு தக்கு தக்கதிம் தக்கஜம் தக்கு தக்கு தக்கதிம் தக்கு தக்கு தக்கதிம் தக்கு தக்கு தக்கதிம் தக்கஜம். சல 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 ரெட்டை கிளவி தக 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 ரெட்டை கிளவி உண்டல்லோ, தமிழில் உண்டல்லோ. பிரித்து வைத்தால் நியாயம் இல்லை, பிரிது பார்த்தால் பொருளும் இல்லை. உண்டல்லோ ரெண்டும் ஒன்றல்லோ. ದಿನಕ್ಕೆ ದಿನಕ್ಕೆ ದನದಿಲ್ಲ ನಾದ್ರದಾನಿ ದೊಂಗ್ರದಾನಿ ದಿನದು, ದಿನಕ್ಕೆ ದಿನಕ್ಕೆ ದನದಿಲ್ಲ നാദ്രദാനി ദൊങ്ക്രദാനി ദിനതും. இரவும் பகலும் வந்தாலும் நாளென்பதும் ஒன்றல்லோ, கால்கள் இரண்டு கொண்டாலும் பயணம் என்பதும் ஒன்றல்லோ. இதயம் இரண்டு என்றாலும் காதல் என்பதும் ஒன்றல்லோ. கண்ணோடு காண்பதெல்லாம் தலைவா கண்களுக்கு சொந்தமில்லை, கண்களுக்கு சொந்தமில்லை. ഹലോ, വെൽക്കം ടു മൈ ചാനൽ and വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് അല്ലല്ല വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. എല്ലാവർക്കും പറഞ്ഞു തരുമ്പോൾ തെറ്റിപ്പോ. പിന്നെന്താ, പിന്നെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. സംഭവം എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. എന്താണെന്ന് വെച്ചാൽ ലിറിക്സ് എനിക്ക് അറിയാൻ മേത്തോണ്ട് ഞാൻ ടാബില് കരോക്കെ വിത്ത് ലിറിക്സിൽ നോക്കിയിട്ടാണ് പാടിയത്. സംഭവം മൈക്കും കൂടെ വെച്ചിട്ടുള്ളത് കൊണ്ട് അതിൽ കരോക്കെ ഈ എന്താണ് വീഡിയോയിൽ റെക്കോർഡ് ആവുന്നുണ്ട്. ഇത് പോസ്റ്റ് ചെയ്തപ്പോൾ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ വന്നു. ബിക്കോസ് യൂട്യൂബിൽ നേരത്തെ ഓൾറെഡി ഒരാളിത് യൂട്യൂബിലാണ് ഞാൻ കരോക്കെ വിത്ത് ലിറിക്സ് നോക്കിയത്. ഓൾറെഡി ഒരാൾ അപ്ലോഡ് ചെയ്തതാണല്ലോ. പിന്നെ ഈ സോങ്ങും കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. നിത്യ മഹാദേവൻ പാടിയ സോങ് ആണിത്. അപ്പോൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ സംഭവം എന്താന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായത്, നമ്മൾ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ക്രെഡിറ്റ് സിംഗറിനാണ്, എനിക്കല്ല എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ അത് മെൻഷൻ ചെയ്ത് എങ്കിൽ പോലും എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് കാണാൻ പറ്റുന്നില്ലായിരുന്നു. യൂട്യൂബ് തന്നെ എൻ്റെ വീഡിയോ ബ്ലോക്ക് ചെയ്തു, കോപ്പിറൈറ്റ് ഇഷ്യൂ. സംഭവം ഞാൻ കുറെ യൂട്യൂബേഴ്സിനെ, എനിക്ക് ഒരുപാട് എന്താ പറയാ, ഇന്നലെ ഒരേ സമയത്ത് വിഷമവും സന്തോഷവും തോന്നിയ ദിവസം. ബിക്കോസ് കുറെ യൂട്യൂബേഴ്സിന് മെസ്സേജ് അയച്ചപ്പോൾ ഒത്തിരി പേര് എനിക്ക് റിപ്ലൈ തന്നു കേട്ടോ. ഈ ഒരു കാര്യം എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ അറിയാൻ വയ്യായിരുന്നു സത്യത്തിന്. ഞാൻ നേരത്തെ ഇങ്ങനെ കരോക്കെ ഇല്ലാതായിരുന്നല്ലോ പറഞ്ഞപ്പം പാട്ടിനൊരു ഗുമ്മിരിക്കട്ടെ, ഒരു എനർജി കുറച്ചും കൂടെ കേൾക്കുന്നവർക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെടട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഇതും കൂടെ ആഡ് ചെയ്തത്. അപ്പം നമ്മുടേതായ ഒരു മ്യൂസിക് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് ഓൾറെഡി യൂട്യൂബിൽ വേറൊരാൾ അപ്ലോഡ് ചെയ്ത് കരോക്കെ ആയതുകൊണ്ട് ഇത് കുറേ തവണ ഇന്നലെ മൊത്തം എൻ്റെ പണി ഇതായിരുന്നു. പക്ഷെ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, വീഡിയോ ഷോർട്സ് ഇടുമ്പോൾ ഇത് മോർ ദാൻ 1 മിനിറ്റ് പോകാൻ പാടില്ല, 1 മിനിറ്റിന് താഴെ പാടിയാൽ കുഴപ്പമില്ല, ഈ കരോക്കെ തന്നെ ആണെങ്കിലും. പക്ഷെ അങ്ങനെ പാടുമ്പോൾ പാട്ടിന്റെ ആ ഒരു ഇത് നമുക്ക് കിട്ടുന്നില്ലല്ലോ. കുറെ ട്രൈ ചെയ്തു. പിന്നെ എന്തായാലും സ്ട്രൈക്ക് വീണ് കഴിഞ്ഞാൽ നമുക്ക് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും അന്നേരം തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. കുറെ ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. ഭയങ്കര വിഷമമായിപ്പോയി. അപ്പൊ ഞാൻ ഇത് രണ്ടാമത് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പൊ ഞാൻ വെച്ച് കരോക്കെ ഇല്ലാതെ അങ്ങ് പാടാം അല്ലേ, നമ്മൾ നേരത്തെ അങ്ങനെയാണല്ലോ പാടുന്നത്. ഇപ്പോഴാണ് ഞാൻ കുറച്ച് പാട്ടിന്റെ ഒരു ട്രാക്കിൽ വന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് ഗൈസ്. പാടാനാണേലും ഡാൻസ് കളിക്കാനാണേലും എനിക്ക് ഈ പാട്ട് കുഞ്ഞിലെ മുതലേ ഭയങ്കര ഇഷ്ടം. ഇപ്പോഴും ടി വിയിൽ വരുമ്പോൾ ഞാൻ ഈ പാട്ട് കേട്ടോണ്ടിരിക്കും. എൻ്റെ മോൾക്കും ഇഷ്ടമാണ്. മോസ്റ്റ്ലി ഞാൻ ഷോർട്സിൽ പാടുന്ന പാട്ടും ലോങ് വീഡിയോയിലാണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള പാട്ട് പാടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ഇഷ്ടപ്പെട്ട് പാടുമ്പോൾ ഒരു ഫീല് കിട്ടത്തില്ലേ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിന്റെ കൂടെ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ആക്ച്വലി ഒരു പാട്ട് പാടിയാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇടാന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ സത്യം പറയല്ലോ ഗൈസ്, കുട്ടീസിനെ വെച്ചിട്ട് വീഡിയോ എടുക്കൽ ഇച്ചിരി പാടാണ്. മോൻ കുറച്ചും കൂടെ ഒക്കെ ആണ് ചിലപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരുമായിരിക്കും. പക്ഷെ അല്ലാതെ ഈ വീഡിയോ എടുക്കൽ ഇച്ചിരി ടഫാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അവരുടെ വീഡിയോ എനിക്ക് എടുക്കാമല്ലോ. അപ്പൊ അവരുടെ കുറച്ച്, ഒരുപാടൊന്നും അല്ല, കുറച്ച് വീഡിയോസ് കുക്കിംഗ് ആയിട്ടൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ
ചെറിയൊരു സ്നാക്സ് എന്തോ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ട്വിസ്റ്റ് ആണ്, നിങ്ങൾ കണ്ടു നോക്കും. പിന്നെ സർപ്രൈസ് ഉണ്ട് ലാസ്റ്റില്. പിന്നെ എന്താ, അങ്ങനെ ഞാൻ ഇപ്പോൾ വീണ്ടും റീടേക്ക് എടുത്ത് ആഡ് ചെയ്യുന്നതാണ് സംഭവം. എനിക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ, വീഡിയോയിലും ഷോർട്സിലും ഞാൻ ഇതേ പാട്ട് തന്നെ ആഡ് ചെയ്യുന്നതുകൊണ്ട് രണ്ടും ഷോർട്സ് ആണ് ആദ്യം അപ്ലോഡ് ചെയ്തത്. അപ്പം അത് അപ്ലോഡ് ആവാഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വീഡിയോയിലും ഇതേ പാട്ട് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അപ്പൊ ഞാനത് മാറ്റിയിട്ട് ഇത് ആഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ രണ്ടാമത് എടുക്കുന്ന വീഡിയോ ആണിത്. അപ്പൊ ഇന്നത്തെ എന്റെ കുട്ടീസിന്റെ സംഭവം ഇന്നത്തെ അല്ല കേട്ടോ, ഇന്നലത്തെയാണ്. പിന്നെ പോളിയോ എടുക്കുന്നതൊക്കെ ഞാൻ ഷോർട്സിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഇതിന്റെ പുറകെ നടന്നത് കാരണം എനിക്ക് ഇന്നലെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതെന്നുള്ള കുറെ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് കുറെ പേർക്ക് മെസ്സേജ് അയച്ച് ഇന്നലെ മൊത്തം അതിന്റെ പുറകെ പോയി. 10 മണി വരെ ഞാൻ രാത്രി ഇതിന്റെ പുറകെയായിരുന്നു. അപ്പൊ എന്താണ്, എല്ലാവർക്കും എന്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന എന്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്റെ പാടിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും കാണാതിരിക്കത്തില്ലെന്നല്ല, കാണും. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം. പിന്നെന്താ, എല്ലാവരും എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, പിന്നെന്താ, എല്ലാവരും ഇന്നത്തെ വീഡിയോ പോയി കണ്ടിട്ട് വരൂ. ഉച്ചയ്ക്കുള്ള പഠിത്തമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബെൻടണിന് കണ്ണ് വരയ്ക്കുന്നു, പിരികം വരയ്ക്കുന്നു, ലിപ്സ്റ്റിക്ക് തൊടുന്നു. അമ്മ മാറിയിരിക്കുന്നതാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ഈ പൊസിഷനിൽ നിന്നാണ് പഠിക്കുന്നത്. എങ്ങനെയുണ്ട് ഗൈസ്, നോക്കിക്കേ. ഇങ്ങനെ ഇരുന്നാണ് പഠിക്കുന്നത്. മോന്റെ ടേബിളാണ്, പക്ഷെ അവനെ ഇരുത്തത്തില്ല, പുള്ളിക്കാരി തന്നെയാണ് ഇരിക്കുന്നത്. എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക്. അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞതാ ചോറുണ്ണാൻ പറഞ്ഞപ്പം രണ്ടുപേരും ശർക്കര എടുത്ത് വെച്ച് തിന്നോണ്ടിരിക്കുകയാണ്. മോനെ വീഡിയോയിൽ കാണിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, അവന് വീഡിയോയുടെ ഫ്രണ്ടിൽ വരുന്ന ഇഷ്ടമല്ല. എല്ലാവരും ചോദിക്കും മോനെ എന്താണ് കാണിക്കാത്തതെന്ന്. മോനെ കാണിക്കാത്തതല്ല, അവൻ വരത്തില്ല. മോൾക്ക് പിന്നെ ക്യാമറയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇരുന്നുള്ളൂ. എന്താ ശർക്കര തിന്നുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മോളെ നോക്കിയെന്ന് പറയുമ്പോൾ എന്നെ നോക്കുന്നുണ്ട് കേട്ടോ. അതാണ് ചിരിച്ച് കാണിക്കുന്നത്. ഹായ് തരുന്നു, നിങ്ങൾക്കുള്ള ഹായ് ആണത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോൾ ഉച്ചയ്ക്ക് ഉറങ്ങി എണീറ്റത് ഇങ്ങനെ ഒരു കാര്യമില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കും. കൊച്ചു കുട്ടികളുടെ അമ്മമാർക്കൊക്കെ അറിയായിരിക്കും അല്ലേ, ചുമ്മാ ഒരു കാര്യവും വേണം ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വെളിയിൽ പോയിട്ട് വന്നപ്പോൾ കരച്ചിലും കഴിഞ്ഞതാ ഇങ്ങനെ കിടന്നുറങ്ങുന്നു ഗൈസ്. നമുക്കൊന്ന് നേരെ കിടത്താനൊന്നും പറ്റത്തില്ല. പിന്നെ ഈ വീടൊരു ഭ്രാന്താലയമായി മാറും, സമ്മതിക്കത്തില്ല. പുള്ളിക്കാരിക്കൊരു ഇഷ്ടമുണ്ട്, അങ്ങനെ ഉറങ്ങത്തുള്ളൂ. പിന്നെ ഞാൻ കുറെ നേരം ഉറങ്ങുന്ന രീതിയൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. അതാണ് ഇപ്പൊ വീഡിയോ എടുത്തു വെച്ചേക്കുന്നത്. ഇങ്ങനെ കിടന്നുറങ്ങത്തുള്ളൂ. പിന്നെ എൻ്റെ മോനോട് കഷ്ടപ്പെട്ട് കാല് പിടിച്ച് പറഞ്ഞു മോനെ ഒന്ന് വീഡിയോയുടെ ഫ്രണ്ടിൽ വരാൻ പറഞ്ഞപ്പോൾ നിൽക്കുന്ന നിപ്പാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോനെ ഒന്ന് വീഡിയോ എടുക്കട്ടെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ കാണിക്കുന്നതാണ് ഇത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പുള്ളിക്കാരി ഉണക്കമൊക്കെ ഉണന്ന് ഇപ്പൊ എന്താ അച്ഛൻ ബിസ്ക്കറ്റ് കൊണ്ടുവന്നു. രണ്ടുപേരും കൂടെ അത് കഴിക്കുകയാണ് ഗൈസ്. ബിസ്ക്കറ്റ് 2 ട്രിപ്പ് കഴിച്ച ആളാണ്. അവൾക്ക് കൊടുക്കുന്ന കണ്ടപ്പം എനിക്ക് തന്നില്ലെന്നും പറഞ്ഞുള്ള നടപ്പാണ് ചേട്ടൻ നടക്കുന്നത്. അവളോട് ഇച്ചിരി കൊടുക്കാൻ പറഞ്ഞാൽ അവൾ കൊടുക്കൂ, അവളും കൊടുക്കത്തില്ല. പിന്നെ ഇപ്പൊ വെളിയിൽ പോയി. പിന്നെ ഞാൻ പറഞ്ഞു മോനെ ഇച്ചിരി ഫോട്ടോ എടുക്കട്ടെ, ഒന്ന് നിന്നേ. 50 വട്ടം പറയുമ്പോഴാണ് ഒരു വട്ടം ഇങ്ങനെ നിന്ന് തരുന്നത് ഗൈസ്. പല്ലൊക്കെ കാണിക്കാൻ ഞാൻ പറഞ്ഞു, പല്ലെല്ലാം പോയി ഗൈസ്, ഫ്രണ്ടിൽ പല്ലൊന്നും ഇല്ല. അതും കഴിഞ്ഞ് പിന്നെ അകത്ത് വന്ന് റവയുടെ കുറുക്കുണ്ടാക്കി. സാധാരണ മോനോട് കുറുക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട. ഇനിയിപ്പോ അവള് ഇച്ചിരിയൊക്കെ എന്തോ കഴിച്ചു. ഇച്ചിരി ചേട്ടനാന്ന് പറയുമ്പോൾ അവള് മാറ്റും. ഇപ്പൊ ഇവിടെ പിന്നെ അതിന് അടിയാവുന്നുണ്ട്. അപ്പൊ ഞാൻ ഫോൺ ഓഫ് ആക്കുന്നുണ്ട്. വീഡിയോ ഫുള്ള് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇനി വൈകിട്ടത്തേക്കുള്ള ഉഴുന്നുവടയ്ക്കുള്ള തയ്യാറെടുപ്പാണ് ഗൈസ് ഞാനിപ്പോ കാണിക്കുന്നത്. സംഭവം എന്താ വെച്ചാൽ ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം അരച്ച് എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഷാൻജിയോ ചേട്ടന്റെ വീഡിയോ കണ്ടാണ് സാധാരണ ഉഴുന്നുവട ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയതാണ്. എൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ടാണ് ചതച്ചത്. ഇഞ്ചിയും കൂടി ഇട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്നാണ് ഇപ്പൊ കാണിച്ചു തരാൻ പോകുന്നത്. വേപ്പില ചോപ്പ് ചെയ്തത് ചെറുതായിട്ട്, 2 കുഞ്ഞു പച്ചമുളക്, കുറച്ച് കൊച്ചുള്ളി, ഇതൊക്കെയാണ് ഞാൻ ഇതിനെടുത്തേക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ അതിലോട്ട് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഷാൻജിയോ ചേട്ടൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് എല്ലാ കുക്കിങ്, അച്ചാറ്, ഇഞ്ചിക്കറി, തീയൽ, സാമ്പാർ, അവിയൽ, പുളിശ്ശേരി എല്ലാം പഠിച്ചത്. സോറി, പുളിശ്ശേരി എനിക്ക് നേരത്തെ അറിയായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ ഷാൻജിയോ ചേട്ടൻ്റെ വീഡിയോ കണ്ടാണ് പഠിച്ചത്. ചേട്ടൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ഷാൻജിയോ ചേട്ടൻ പറഞ്ഞത് ഫോർക്ക് കൊണ്ട് കുത്തണമെന്നാണ്. പക്ഷെ ഫോർക്ക് കാണാഞ്ഞുകൊണ്ടാണ് ഗൈസ് ഞാൻ സ്പൂൺ കൊണ്ട് കുത്തുന്നത്. എയറേഷൻ നടക്കുമ്പോൾ ഉഴുന്നുവട നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അതിനുവേണ്ടി ഫോർക്ക് കൊണ്ട് കുറേ നേരം ഇങ്ങനെ കുത്തി കുത്തി ഇളക്കി കൊടുക്കാൻ പറഞ്ഞു. ഫോർക്ക് കാണാഞ്ഞുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മളെ വീട്ടമ്മമാരെപ്പോഴും അങ്ങനെയാണല്ലോ.
പിന്നെ അതാ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത്. പിന്നെ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് 2 കഷ്ണം കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി കൂടെ അതിൻ്റെ കൂടെ ഇടണം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഉപ്പിടുന്നത് ഞാൻ കാണിച്ചു, കായപ്പൊടി ഇടുന്നത് കാണിക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. ഇതിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കുറേ നേരം നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കണം. ഷാൻജി ചേട്ടൻ്റെ വീഡിയോസ് കണ്ട് എൻ്റെ ഒരു കുക്കിങ്ങും ഇതുവരെ പാളിപ്പോയില്ല ഗൈസ്. പക്ഷേ ഈ വീഡിയോ പാളി ഗൈസ്. അതെന്താണെന്ന് വെച്ചാൽ ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഞാൻ ഉഴുന്നുവട ഇടുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കയ്യിൽ വെച്ച് കിഴുത്തിടാൻ പറ്റാത്തത് ചട്ടിയിലിട്ടിട്ട് പിച്ചാത്തി കൊണ്ടാണ് നടുക്കി ഞാൻ കിഴുത്തിടുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെള്ളം കൂടിപ്പോയി ഗായ്സ്. സംഭവം വേറെ ഒന്നുമല്ല, ഷാൻജിയോ ചേട്ടൻ എടുത്ത ഉഴുന്നിൻ്റെ അളവല്ലായിരുന്നു എൻ്റെ ഉഴുന്നിൻ്റെ അളവ്. വെള്ളത്തിൻ്റെ അളവ് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ, 1/4 കപ്പ്. ഉഴുന്നിൻ്റെ അളവ് ശ്രദ്ധിക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ എന്തെങ്കിലും ആട്ടെ, അത് ഞാൻ ഓർത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഞാൻ ഓർത്ത് നിങ്ങളല്ലേ കാണുന്ന, കുഴപ്പമില്ല, ആർക്കും ഒരർത്ഥമൊക്കെ പറ്റുമല്ലോ. എന്തെങ്കിലും വീട്ടിലുള്ളവർക്ക് കഴിക്കാനില്ല, നമ്മൾ പുറത്തൊന്നും ആർക്കും കൊടുക്കുന്നില്ലല്ലോ. അങ്ങനെ എന്തായാലും ഞാൻ വളരെ കഷ്ടപ്പെട്ട് ആ ഉഴുന്നുവടകളെല്ലാം ഉണ്ടാക്കിയെടുത്തു. ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മളൊരു വീഡിയോ കണ്ട് കുക്ക് ചെയ്യുമ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാ അളവുകളും ആ വീഡിയോയിൽ പറയുന്നത് പോലെ ആണെങ്കിൽ മാത്രമേ അതിൽ ലാസ്റ്റ് വരുന്ന പോലത്തെ റിസൾട്ട് നമുക്ക് കിട്ടൂ. ഇതിപ്പോൾ ഉഴുന്നെൻ്റെ അളവും വെള്ളം ഷാൻജി ചേട്ടൻ്റെ അളവും ആയതുകൊണ്ടാണ്. അങ്ങനെ എന്തൊക്കെയോ ഒരു പരുവത്തിനൊക്കെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. സംഭവം ഞാൻ ആകെ ഡെസ്പായിപ്പോയി ഗൈസ്. എൻ്റെ ഉഴുന്നുവട ഫ്ലോപ്പായപ്പോൾ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ടേസ്റ്റിനൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. ടേസ്റ്റൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ വന്നു കേട്ടോ. ആ ഷേപ്പ് കിട്ടിയില്ലെന്നേ ഉള്ളൂ. ഷേപ്പ് കിട്ടിയില്ലെങ്കിൽ എന്താ, ഇപ്പം ഉഴുന്നുവടയല്ലേ, ഉഴുന്നുവടയാണെന്നും പറഞ്ഞങ്ങ് കഴിക്കാം. അങ്ങനെ ഒരു പരുവത്തിന് ഞാൻ അതെല്ലാം വറുത്ത് കോരി ബാക്കിയുള്ളതും കൂടെ എല്ലാം ഇട്ടു. പിന്നെയും വറുത്തെല്ലാം കോരുന്നുണ്ട് ഗൈസ്. ഉഴുന്നോടെ ഫ്ലോപ്പായ ചമ്മന്തിയൊക്കെ അരച്ച് കുറച്ച് കഴിഞ്ഞു പോയി ഗൈസ്. അതിപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാനും പാറും കൂടെ സന്ധ്യയ്ക്ക് ചായ കുടിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കുളമായതുകൊണ്ട് എല്ലാവരും കഴിച്ചു, ഞങ്ങളും കൂടുതൽ കഴിച്ചല്ലാതെ പിന്നെ ആരും കഴിക്കാനാ. ചായ കുടിക്കുന്ന സമയത്താണ് ഞങ്ങൾ കൂടുതലും പരദൂഷണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ചായ കുടിക്കാനാണ് എനിക്കിഷ്ടം. പാറുവിന് ഈ സമയത്ത് തന്നെ ചായ കുടിക്കാനാണ് ഇഷ്ടം. ചില ദിവസം ഞാൻ ചോദിക്കും നേരത്തെ ചായ കുടിക്കുന്നതാണ്, പറയാൻ വേണ്ട. 6 മണി 6:30 ആകുമ്പോൾ കുടിച്ച് ഞങ്ങൾ തന്നെ അത് കഴിച്ചു തീർക്കുകയാണ്. ഞാൻ പാറുവിനോട് പറയുന്നുണ്ട്, മോളെ ഇത് വേറെ ആരും കഴിക്കത്തില്ല, നമ്മൾ തന്നെ കഴിക്കണം, ആഹാരം വേസ്റ്റ് ആക്കാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ ചായയും കുടിച്ച് ഉഴുന്നുവടയും കഴിച്ച് പരദൂഷണവും പറഞ്ഞിരിക്കുന്നു ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് കൊതുവുണ്ട് ഗൈസ്, മുഖത്താണ് ഇപ്പോൾ കുത്തുന്നത്. ഇപ്പോഴത്തെ കൊതു എല്ലാം ഹൈടെക് ആണ്, കൈയും കാലും ഒന്നും വേണ്ട, കണ്ണിലും മുക്കിലും നെറ്റിക്കൊക്കെയാണ് കൊതു കുത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെന്താ, മോൾ അവിടെ എവിടെയോ ഉണ്ട് കേട്ടോ, അകത്തിരുന്ന് എന്തോ കഴിക്കുന്നെന്ന് തോന്നുന്നു, അതാണ് വീഡിയോയിൽ വരാത്ത. മോനില്ലായിരുന്നു, മോൻ ട്യൂഷനുമായിട്ട് വരാറാവുന്നതേ ഉള്ളൂ. അച്ഛൻ പിന്നെ ഈ സമയത്തൊക്കെ അകത്തായിരിക്കും. അച്ഛൻ ദേവി മഹാത്മ്യം കാണും, പഴയ സീരിയൽ. എനിക്ക് ഇഷ്ടമാട്ടോ, ഞാനും കാണും. പക്ഷെ ആ സമയത്ത് എനിക്ക് അധികം സമയം കിട്ടാറില്ല, വിളക്ക് കത്തിക്കാനും ഒക്കെയുള്ള ടൈമായിരിക്കും. എന്നാലും സമയം കിട്ടുമ്പോൾ ഞാൻ കാണാം, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാനിങ്ങനെ നോക്കും, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.